I went, I have gone, I have been to. ഇവ മൂന്നും എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്യങ്ങളാണ്. എന്നാൽ ഇവ വ്യത്യസ്തമായ കാര്യങ്ങളെയാണ് അർത്ഥമാക്കുന്നത്. I went, ഞാൻ പോയി. I went എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇറ്റ് മീൻസ് ആൻ ആക്ഷൻ ഹാപ്പൻഡ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഫിനിഷ്ഡ്. ഒരു പ്രവൃത്തി കഴിഞ്ഞ ഒരു പ്രത്യേക സമയത്ത് നടന്നു, അത് പൂർത്തിയായി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഐ വെൻറ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി. ഇന്നലെ കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഷീ വെൻറ്റ് ടു ലണ്ടൻ ലാസ്റ്റ് ഇയർ. അവൾ കഴിഞ്ഞ വർഷം ലണ്ടനിൽ പോയി. ഓക്കെ, അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ടൈം സ്പെസിഫൈ ചെയ്യുന്നുമുണ്ട്. ഇനി ഐ ഹാവ് ഗോൺ. ഐ ഹാവ് ഗോൺ മീൻസ് ദ പേഴ്സൺ ഹാസ് ലെഫ്റ്റ് and is still at that place or hasn't returned yet. ഒരു വ്യക്തി പോയി, ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഇതെന്താ അർത്ഥമാക്കുന്നത്? ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നു, തിരിച്ചെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും മാർക്കറ്റിൽ തന്നെയാണ്. ഇനി ഐ ഹാവ് ബീൻ ടു, ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ഷോസ്. യു ഹാവ് വിസിറ്റഡ് എ പ്ലേസ് അറ്റ് സം ടൈം ഇൻ യുവർ ലൈഫ് ബട്ട് യു ആർ ബാക്ക് നൗ. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴോ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ്, പക്ഷേ നിങ്ങൾ തിരിച്ച് എത്തുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ടു പാരീസ്. ഞാൻ പാരീസിൽ പോയിട്ടുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മീൻസ് യു വിസിറ്റഡ് പാരീസ് ബിഫോർ ബട്ട് യു ആർ നോട്ട് ദർ നൗ. ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് വെൻ ടോക്കിംഗ് അബൌട്ട് ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഐ വെൻറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചെത്തുകയും ചെയ്തു. ഐ ഹാവ് ഗോൺ ടു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഒരിടത്തേക്ക് പോയി തിരിച്ചെത്തിയിട്ടില്ല. ഐ ഹാവ് ബീൻ ടു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ലൈഫിൽ എപ്പോഴും നമ്മൾ അവിടെ പോയിട്ടുണ്ട്, തിരിച്ചെത്തുകയും ചെയ്തു. സോ ട്രൈ ടു മേക്ക് സെൻറ്റൻസസ് യൂസിങ് ദീസ് phrases and please comment below. Thanks for watching. Please don't forget to like and subscribe. See you next time.